നമ്മളേവരും നമുക്കേവർക്കും ഇഷ്ടപ്പെട്ട ഒരു വിഷയമാണ് പെറ്റ്സ് അല്ലേ? നമ്മുടെ പലരുടെയും വീട്ടിൽ നമ്മുടെ അരുമകളുണ്ടാവും അല്ലേ? അതായത് നമ്മുടെ ഇമോഷനുമായിട്ട് നമ്മുടെ മനസ്സുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന സുഹൃത്തുക്കളാണ് നമ്മുടെ പെറ്റ്സ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരേ സമയം സന്തോഷം നൽകുന്ന എന്നാൽ വളരെയധികം റെസ്പോൺസിബിലിറ്റി നൽകുന്ന ഒരു കാര്യമാണ് നമുക്ക് ഏവർക്കും അറിയാം അല്ലേ? പക്ഷേ പല സന്ദർഭങ്ങളിലും നമ്മളറിയാതെ നമുക്ക് പല രോഗങ്ങളും വരാൻ കാരണമാകുന്ന, ഭാഗ്യവശാൽ രോഗങ്ങൾ വരാനും കാരണമാകുന്ന ഒരു കാര്യമാണ് പെറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. പലപ്പോഴും നമ്മൾ അറിയുന്ന പോലും ഇല്ല ഇതുകൊണ്ടായിരിക്കാം. കാരണം ഡിലേഡ് ആയിട്ടുള്ള അലർജിക് റെസ്പോൺസുകൾ, റിയാക്ഷൻസ് നമ്മളിൽ കാണാൻ പലപ്പോഴും പെറ്റ്സിൻ്റെ ഒരു കാര്യത്തിൽ വളരെയധികം ആപ്ലിക്കബിളാണ്. അത് നമുക്കിപ്പം ഒരു വർഷം കൊണ്ട് നമ്മൾ എന്തെങ്കിലും പട്ടിയോ പൂച്ചയോ എല്ലാം വളർത്തുന്നുണ്ടാവാം. പക്ഷേ അപ്പോഴൊന്നും കാണാത്ത ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു സ്കിൻ അലർജി അതിന് ശേഷം ഡെവലപ്പ് ആകുന്നുണ്ടാകാം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ഈ ഒരു കാര്യം സംശയിക്കേണ്ടതാണ്. പെറ്റ്സുകൾ കൊണ്ട് നമുക്ക് വളരെ ഇമോഷണൽ സപ്പോർട്ടാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെയധികം റെസ്പോൺസിബിലിറ്റി ഉള്ളൊരു കാര്യമാണ് പെറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതിൻ്റെ ഹെൽത്തിനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് തന്നെ അത് തിരിഞ്ഞു വന്ന് ദോഷം ചെയ്യും. അതായത് പലപ്പോഴും നമ്മൾ റിയലൈസ് ചെയ്യാത്തൊരു കാര്യം പട്ടികൾക്കും ഡാൻഡ്രഫ് ഉണ്ട് എന്നുള്ളതാണ്. ഈ ഡാൻഡ്രഫ് പലപ്പോഴും നമ്മളിലോട്ടും വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും ചൊറിച്ചിലെ കാര്യങ്ങൾ, സ്കിന്ന് തടിച്ച് വരിക, ചൊറിച്ചിൽ, അലർജി പോലത്തെ വ്യത്യാസങ്ങൾ നമുക്ക് വരും. അപ്പോൾ അതിന് പരിഹാരമായിട്ട് നമ്മൾ ഇതിനെ കുളിപ്പിക്കുക ഒക്കെ നമ്മൾ വളരെ റെഗുലറായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പർട്ടിക്കുലറായിട്ട് ഷാമ്പു ഇട്ട് തന്നെ നമ്മൾ വാഷ് ചെയ്യേണ്ടതുമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ പല സ്ഥലത്തായിട്ട് വന്ന് സ്പ്രെഡ് ചെയ്തിരിക്കാൻ, ഈവൻ ഭക്ഷണത്തിൽ പോലും ഒരുപക്ഷെ വന്നിരിക്കാനുള്ള സാധ്യത ഉണ്ട്. നമ്മുടെ വയറ്റിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ വേംസ് ഉണ്ടാക്കാൻ ഉള്ള സാധ്യതയുണ്ട്. അത് നമ്മുടെ സ്കിന്നിൽ വന്നു കഴിഞ്ഞാൽ അപ്പോഴേ അലർജി കാണിച്ചില്ലെങ്കിൽ ഓവർ പീരീഡ് ഓഫ് ടൈം ചിലപ്പം ചൊറിച്ചിലെ കാര്യങ്ങൾ, അല്ലെങ്കിൽ മൂക്കൊലിപ്പ്, കണ്ണിൽ നിന്ന് വെള്ളം വരിക, ചില ആൾക്കാർക്ക് മൈഗ്രെയിൻ പോലത്തുള്ള ഇഷ്യൂസ് പോലും ഡെവലപ്പ് ആകാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിൽ വെച്ചേക്കുക. അപ്പോൾ അതിന് വേണ്ടിയതായിട്ടുള്ള തീർച്ചയായും പ്രിക്കോഷൻസ് എടുക്കുക. അതിനെ കണ്ടിന്യൂസ് ആയിട്ട് വാഷ് ചെയ്യുക. അതിൻ്റെ കൂടുതലായിട്ട് വരുന്ന രോമം അതിനെ നാച്ചുറലായിട്ടുള്ള ഷെഡിങ് മാത്രമല്ലാതെ നമ്മൾ കട്ട് ചെയ്ത് ട്രിം ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ബ്രഷ് ചെയ്ത് അതിനെ ഒതുക്കി വയ്ക്കുക. കാരണം പലപ്പോഴും ഷെഡിങ് സമയത്ത് വളരെയധികം രോമം, എസ്പെഷ്യലി കൂടുതലായിട്ട് രോമം ഉള്ള ബ്രീഡുകൾ, നമ്മൾ പറയാന്നുണ്ടെങ്കിൽ ലാബ് പോലത്തെ ഉണ്ടെങ്കിൽ വളരെയധികം അത് വിഷയം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പല കേസുകളിലും നമ്മൾ പട്ടികളൊക്കെ തുറന്നു വിടുന്നുണ്ടെങ്കിൽ അത് വെളിയിൽ നിന്ന് പല സാധനങ്ങളും കഴിക്കുന്നുണ്ടാകാം. അത് വിസർജ്യത്തിലൂടെ വെളിയിൽ വരാൻ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ വയറ്റിൽ പല രോഗാണുക്കൾ കാര്യങ്ങളും ഉണ്ടാകുന്നതാണ്. ഇത് ഈച്ച ഈ വിസർജ്യത്തിൽ ചെന്നിട്ട് പട്ടിയൊക്കെ അപ്പിയിടുന്നതിൽ ചെന്നിരുന്നിട്ട് ഒരു പക്ഷേ ഫുഡിലൊക്കെ വന്നിരിക്കാനുള്ള സാധ്യതയുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മളത് ഓർക്കേണ്ടതാണ്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് കവറപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൽ പല രീതിയിൽ പ്രകടമാകാം. വെളിയിൽ വെറും ഒരു അലർജി ആയിട്ട് നമുക്ക് പ്രകടമാകാം. മൂക്കൊലിപ്പ് ആയിട്ടൊരു പക്ഷേ വരാം, തലവേദന ആയിട്ട് വരാം, റെസ്പിറേറ്ററി ഇഷ്യൂസ് ആയിട്ട് നമുക്ക് അനുഭവപ്പെടാം, വയറ്റ് വേദനയായിട്ട്, വേംസിൻ്റെ ഇഷ്യൂ ആയിട്ട് വരാം, ഡാൻഡ്രഫായിട്ട് വരാം, അത്തിക്കീര പോലത്തെ സ്കിന്നിലുണ്ടാകുന്ന ചൊറിച്ചിലായിട്ട് വരാം. പിന്നെ ചില കേസുകളിൽ നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാകും, പക്ഷേ ഇമോഷണലായിട്ട് ചെയിൻ ബന്ധിപ്പിച്ചിട്ട പോലത്തെ ഒരു ഇഷ്യൂ, നമുക്ക് എങ്ങും പോകാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, ഒരു ഇമോഷണൽ ട്രാപ്പ് ആകാനും ഉള്ളൊരു സാധ്യത ചില കേസുകളിലുണ്ട്. ഡിസ്കറേജ് ചെയ്യല, എന്നാലും അതുണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും എന്തെങ്കിലുമൊക്കെ പരിഹാരങ്ങൾ നമുക്കുണ്ടാകും. അപ്പം പെറ്റ്സിനെ അവോയ്ഡ് ചെയ്യുകയാണോ ഇതിനകത്ത് വേണ്ടതെന്ന് നമ്മൾ തീർച്ചയായും ശ്രദ്ധിക്കണം. അപ്പം പല കാര്യങ്ങളും നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് തീർച്ചയായിട്ടും ഹോമിയോപ്പത്തിക് മെഡിസിൻസും അവൈലബിൾ ആണെന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ്. നമുക്ക് ഈ വരുന്ന അലർജീസ് എന്ന് പറയുന്നത് എന്താണ്? ഹൈപ്പറായിട്ടുള്ള റിയാക്ഷൻ, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സബ്സ്റ്റൻസ്, അത് ചിലപ്പോൾ ഈ പറയുന്ന പോലെ പോളനാകാം, അല്ലെങ്കിൽ പട്ടിയുടെ അല്ലെങ്കിൽ പൂച്ചയുടെ പെറ്റ്സിൻ്റെ ഡാൻഡറാകാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡെവലപ്പ് ആകുന്നത്. അപ്പോൾ എന്താണോ ഇഷ്യൂ, ആ ഒരു ഇഷ്യൂവിനെ ഫോക്കസ് ചെയ്ത് തീർച്ചയായിട്ടും ഓരോരുത്തരുടെ ഇൻഡിവിജ്വലായിട്ടുള്ള സിംറ്റംസിനനുസരിച്ച് മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും വളരെ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. നമ്മുടെ ശരീരം അതുമായിട്ട് അഡോപ്റ്റ് ആകുന്നതാണ്. തീർച്ചയായിട്ടും നമുക്ക് അലർജിയുടെ ഇഷ്യൂസ് നമ്മളുണ്ടെങ്കിൽ IgEയും
AAC നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇമ്മ്യൂൺ റിയാക്ഷൻ ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുമാത്രം ഉണ്ട് എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്നതാണ്. തീർച്ചയായും നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ താഴെ കമൻസ് മെൻഷൻ ചെയ്യുക. നിങ്ങൾ പെറ്റായിട്ട് ഏത് ജീവിയാണ് വളർത്തുന്നത്, അതിൻ്റെ പേര് തീർച്ചയായും നിങ്ങൾ താഴെ മെൻഷൻ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ, അനുഭവങ്ങൾ, നിങ്ങളുടെ അലർജീസ് കാര്യങ്ങൾ അല്ലെങ്കിൽ വേറെ എന്തായിക്കോട്ടെ തീർച്ചയായും നിങ്ങൾ താഴെ കമൻസ് മെൻഷൻ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഞാൻ ഡോക്ടർ ആനന്ദ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ഏവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. താങ്ക് യു.